ക്ലാസ് 2 കേബിളും ക്ലാസ് 5 കേബിളും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും ഒരേ പ്രൊജക്റ്റിൽ? ഒരു സബ്സ്ക്രൈബർ അയച്ച ചോദ്യമാണ്. ഇതേ സ്വരത്തിൽ തന്നെ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ്, കോപ്പർ കേബിളും അലൂമിനിയം കേബിളും ഒരുമിച്ച് ഒരേ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാമോ? ഉത്തരത്തിലേക്ക് പോകുന്നതിനെക്കാട്ടും മുന്നേ ഇത്തരം സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന ഒരു ഉത്തരമാണെങ്കിൽ ഞാനത് ഒരു വീഡിയോ രൂപത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളൊരു ബിൽഡിങ്ങോ വീടോ കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിയോ ഡ്രോയിങ്സോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു അവർ ചാനൽ ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ്. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 2 കേബിളും ക്ലാസ് 5 കേബിളും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്. ഞാൻ മുന്നേ ക്ലാസ് 2ഉം ക്ലാസ് 5ഉം വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ട് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് വ്യത്യാസമുണ്ടാവും, ഫ്ലെക്സിബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു വ്യത്യാസമാണ് ഇതിൻ്റെ കോപ്പർ കണ്ടന്റ് അഥവാ ഇതിൻ്റെ മെറ്റൽ കോമ്പോസിഷനിൽ ചെറിയൊരു അളവ് കോപ്പറിൽ ഈ രണ്ട് ടേബിളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് മെറ്റാലിക് കോമ്പോസിഷൻ വ്യത്യാസമുണ്ട്. ഇവിടെ ക്ലാസ് 2ഉം ക്ലാസ് 5ഉം ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ മേജർ ആയിട്ടുള്ള വ്യത്യാസം വരാൻ പോകുന്നത് രണ്ട് ഡിഫറെൻറ്റ് കോമ്പോസിഷൻ ഓഫ് മെറ്റൽസ് ഉള്ള രണ്ട് കേബിൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന സാഹചര്യമായിരിക്കും. ഇതേ ഒരു ടിപ്പിക്കൽ ടൈപ്പിലുള്ള ചോദ്യമാണ് കോപ്പർ കേബിളും അലൂമിനിയം കേബിളും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ചില പ്രൊജക്റ്റുകളിൽ നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്ത മെഷീൻസ് ആണെങ്കിൽ മെഷീനിലുള്ള വയർ കംപ്ലീറ്റ് കോപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മെയിൻ പാനൽ കേബിളിങ്ങും ബാക്കി വരുന്ന എക്സ്റ്റേണൽ കേബിൾസൊക്കെ നമുക്ക് അലൂമിനിയം കേബിൾ ആയിരിക്കും. ഇത് ഒരുമിച്ച് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യാവുന്നത്. പ്രധാനമായും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് കേബിളും ഒരുമിച്ച് കൂട്ടിപ്പിരിച്ച് വെക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ജോയിനിങ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഒരു ടെർമിനൽ ബ്ലോക്ക് ഇട്ട് വേണം നമ്മൾ ഈ രണ്ട് കേബിളും ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് രണ്ട് കേബിളും ഒരുമിച്ച്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോപ്പർ കേബിളും അലൂമിനിയം കേബിളും അല്ലെങ്കിൽ ക്ലാസ് 2 കേബിളും ക്ലാസ് 5 കേബിളും കൂടി കണക്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി കൂട്ടി പിരിച്ച് നമ്മൾ ടാപ്പ് ചെയ്യുന്ന പ്രക്രിയ ഇവിടെ ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ടെക്നിക്കൽ വശം എന്താണ് നമുക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതേപോലെ തന്നെയാണ്, പക്ഷെ ഇത്രത്തോളം ഇല്ലെങ്കിലും ക്ലാസ് 5ഉം ക്ലാസ് 2ഉം പറ്റുമെങ്കിൽ കൂട്ടി പിരിച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് എന്താണ് ടെക്നിക്കൽ കാര്യം എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ബൈ മെറ്റാലിക് സ്ട്രിപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ പല ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിലും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ കാര്യമാണ്. ഈ ബൈ മെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് മെറ്റൽ ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെക്കുന്നത്. ഇവിടെ ഒരു കറണ്ട് കടത്തി വിടുമ്പോൾ ഈ രണ്ട് മെറ്റലിലും ഒരു ഹീറ്റ് ഉണ്ടാവും. ഈ ഹീറ്റ് കാരണം ഈ മെറ്റലിൻ്റെ എക്സ്പാൻഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ചില മെറ്റൽ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യും, ചില മെറ്റൽ വളരെ ചുരുങ്ങി എക്സ്പാൻഡ് ആവും. അപ്പോൾ ഈ രണ്ട് മെറ്റലിനെയും ഈ ഹീറ്റിംഗ് എക്സ്പാൻഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുകയും ഇത് ബെൻഡ് ആവുകയും ചെയ്യും. ഇതാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കലി ഇത് തന്നെയാണ് രണ്ട് മെറ്റൽ ഒരുമിച്ച് കൂട്ടി പിരിച്ചിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. രണ്ട് മെറ്റലിന് എക്സ്പാൻഷൻ ഡിഫറൻസ് ആയതുകൊണ്ട് അവിടെ ഒരു മെറ്റൽ എക്സ്പാൻഡ് ആവുകയും മറ്റേത് എക്സ്പാൻഡ് ആവാതിരിക്കുകയും അങ്ങനെ ഈ പിരിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു പ്രക്രിയ ലൂസായി മാറുകയും പിന്നീട് അവിടെ ലൂസ് കോണ്ടാക്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും രണ്ട് ഡിഫറെൻറ്റ് മെറ്റലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ടെർമിനൽ ബ്ലോക്ക് ഇട്ടിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ലെഗുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കോപ്പറിന് കോപ്പർ ലെഗ് തന്നെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഐ ഹോപ്പ് ഞാൻ ഈ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിന് പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയേഴ്സിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.